2 ദിവസത്തിലേറെയായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ വാർത്ത. മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആർക്കൊക്കെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്, ആരൊക്കെ അവിടേക്ക് എത്തുമെന്നത് പ്രേക്ഷകർ കുറച്ച് ദിവസങ്ങളായി നോക്കി നിൽക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ പുറത്തു വരുന്ന ചിത്രങ്ങളിൽ മനസ്സിലാകുന്നത് പൃഥ്വിരാജിനും സുപ്രിയയ്ക്കും പ്രത്യേക ക്ഷണം സ്വീകരിക്കാനുണ്ടായിരുന്നുവെന്ന് അവർ ഇന്നലെ എത്തിയതിനെ കുറിച്ചുള്ള വാർത്തകളുമാണ് പുറത്തു വരുന്നത്. എല്ലാവരും പൃഥ്വിരാജിനെയും സുപ്രിയയും തന്നെയാണ് നോക്കുന്നത്. സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ പൃഥ്വിരാജ് സുപ്രിയ ദമ്പതികളുടെ വേഷവസ്ത്രത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. തിളങ്ങുന്ന ആന്റിക് മാലയും കമ്മലും അണിഞ്ഞ് വളരെ സിമ്പിളായിട്ടാണ് സുപ്രിയ കഴിഞ്ഞ ദിവസം ആനന്ദ് അംബാനിയുടെ വിവാഹ ചടങ്ങിന് എത്തിയത്. ലക്ഷങ്ങളുടെ സാരിയിൽ അതീവ സുന്ദരിയായി സുപ്രിയ തിളങ്ങുമ്പോൾ വളരെ സിമ്പിൾ ലുക്കാണെന്ന് പ്രേക്ഷകരെല്ലാവരും വിലയിരുത്തുന്നു. അധികം മേക്കപ്പ് ഒന്നുമില്ല എന്ന് എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. പക്ഷേ സുപ്രിയ ഓവർ മേക്കപ്പ് ഇട്ടതുപോലെ തോന്നാം. അതിന് കാരണം എപ്പോഴും സുപ്രിയ മേക്കപ്പ് ഒന്നും അണിയാതെയാണ് പ്രേക്ഷകരുടെ മുന്നിലും ക്യാമറയുടെ മുന്നിലും സാധാരണ എത്താറുള്ളത്. കുറച്ചധികം നാളുകളായി തന്നെ സുപ്രിയ അത്തരം രീതിയിൽ വളരെ സിമ്പിൾ ലുക്കിലാണ് എത്താറുള്ളത്. അതുകൊണ്ട് കുറച്ച് മേക്കപ്പ് ഇട്ടാൽ പോലും പെട്ടെന്ന് സുപ്രിയ മേക്കപ്പ് ഇട്ടതുപോലെയും തോന്നാമെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. പൃഥ്വിരാജിന്റെ കൈയും പിടിച്ച് വേദിയിലേക്ക് നടന്നെത്തിയ സുപ്രിയയുടെയും പൃഥ്വിരാജിന്റെയും ചിത്രങ്ങളാണ് വൈറലാകുന്നത്. പൃഥ്വിരാജും സുപ്രിയയ്ക്കും പ്രത്യേക ക്ഷണം തന്നെ എത്തിയിട്ടുണ്ട്. തമിഴിൽ നിന്ന് നിരവധി താരങ്ങളുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം മലയാളത്തിൽ നിന്ന് കണ്ട താരം ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു. മലയാളത്തിൽ ഇവർ രണ്ടുപേരുമാണ് കഴിഞ്ഞ ദിവസം ആനന്ദ് അംബാനിയുടെ വിവാഹത്തിൽ പങ്കെടുത്തത്. വിവാഹാഘോഷങ്ങൾ 2 ദിവസത്തിലേറെയായി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിൽ തിളങ്ങി നടൻ പൃഥ്വിരാജും ഭാര്യ നിർമ്മാതാവുമായ സുപ്രിയ മേനോനും തന്നെയാണ് നിൽക്കുന്നത്. സുപ്രിയയുടെ കയ്യിലുള്ള ബാഗുകൾക്ക് പോലും ലക്ഷങ്ങൾ വിലയുണ്ടെന്ന് പ്രേക്ഷകരുടെ കണ്ടെത്തലുകളിൽ പറയുന്നു. ഒരു ഓഫ് വൈറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു എല്ലാവരും അണിഞ്ഞത്. രജനീകാന്ത് ഒറ്റയ്ക്കും സൂര്യയും ജ്യോതികയും ഒരുമിച്ചും അതുപോലെ നയൻതാരയും വിഘ്നേഷ് ശിവനും ഒരുമിച്ചാണ് എത്തിയത്. ഇവരുടെ ചിത്രങ്ങളും മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. കുർത്തയായിരുന്നു പൃഥ്വിരാജിന്റെ വേഷമെങ്കിലും വളരെ സിമ്പിൾ ലുക്ക് ആയിരുന്നുവെങ്കിലും നല്ല ലക്ഷങ്ങൾ വിലയുള്ള ഡിസൈനർ കുർത്തയാണ് പ്രത്യേകമായി ചെയ്തെടുത്തത് എന്ന് പറയാം. പൃഥ്വിരാജ് അധികമൊന്നും അണിഞ്ഞിട്ടില്ല. അതിന് ചേരുന്ന ഒരു പാന്റ് കൂടിയാണ് പൃഥ്വിരാജ് അണിഞ്ഞെത്തിയത്. സുപ്രിയ പൃഥ്വിരാജും ഏകദേശം ചേർന്ന് പോകുന്ന നിറങ്ങളിലായിരുന്നു എത്തിയതെന്ന് പറയാം. മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് മാത്രമാണ് ആഡംബര വിവാഹത്തിനെത്തിയതെന്ന് പ്രേക്ഷകർ തന്നെ ശ്രദ്ധിച്ചു പറയുന്നുണ്ട്. തമിഴിൽ നിന്നും രജനീകാന്ത്, സൂര്യ, നയൻതാര, ആറ്റ്ലി എന്നിവർ കുടുംബസമേതം പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളും ബിസിനസ് പ്രമുഖരും എല്ലാം തന്നെ മുംബൈയിൽ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. ഹോളിവുഡ്, ബോളിവുഡ് തുടങ്ങി ലോകമെമ്പാടുമുള്ള താരങ്ങൾ വിവാഹത്തിനായി അതിഥികളായി എത്തിയിട്ടുണ്ടായിരുന്നു. അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ, രജനീകാന്ത്, നയൻതാര, സൽമാൻ ഖാൻ, അമീർ ഖാൻ, കരൺ ജോഹർ, രൺബീർ കപൂർ, ആലിയ ഭട്ട്, അനിൽ കപൂർ, മാധുരി ദീക്ഷിത്, വിദ്യാ ബാലൻ, കിം കർദാഷിയാൻ, സഹോദരി ക്ലോയി കർദാഷിയാൻ, അമേരിക്കൻ നടനും ഗുസ്തി താരവുമായ ജോൺ സീന തുടങ്ങിയവരൊക്കെ തന്നെയും അതിഥികളായി തന്നെ പങ്കെടുത്തു. പ്രമുഖരൊക്കെ അണിനിരുന്ന വിവാഹം ആഡംബരപ്രദമായി എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ താരനിബിഡമായൊരു വിവാഹമായിരുന്നു ആനന്ദ് അംബാനിയുടേതായി കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മഹേഷ് ബാബു, രാം ചരൺ, യശ് തുടങ്ങി കന്നഡ, തെലുങ്ക് ഇൻഡസ്ട്രികളിലെ സൂപ്പർ താരങ്ങളും ഈ ചടങ്ങിന് മാറ്റുകൂട്ടാനായി എത്തിയത് പ്രേക്ഷകർ തന്നെ ശ്രദ്ധിച്ചു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.